ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JK ടെക്സ്റ്റർ ഡിസൈൻസ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റോൺ വർക്കാണ്. ഒരു പില്ലറിലാണ് ചെയ്യുന്നത്. ഒരു സാധാ പില്ലറിൽ സ്റ്റോൺ വർക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യമേ തന്നെ പില്ലറിൽ ബ്ലാക്ക് എമൽഷൻ അപ്ലൈ ചെയ്യുക. ഇതിനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ജെം എന്ന കമ്പനിയുടെ ബ്ലാക്ക് എമൽഷനാണ്. റോളർ ഉപയോഗിച്ച് പില്ലറിൽ ഈ രീതിയിൽ ബ്ലാക്ക് എമൽഷൻ അപ്ലൈ ചെയ്യുക. ബ്ലാക്ക് എമൽഷൻ ഉണങ്ങിയതിന് ശേഷം സ്റ്റോണിൻ്റെ ഷേപ്പ് വരുത്തുവാനായി സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 4 ഇഞ്ച് കനമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, മാസ്കിൻ ടേപ്പും മാർക്കിങ്ങും വളഞ്ഞു പോകരുത്. അതുകൂടാതെ മാസ്കിൻ ടേപ്പ് പൊളിഞ്ഞു പോവുകയും ചെയ്യരുത്. ഇതിനുശേഷം മാർക്കിങ്ങിൽ കൂടി 6 mm മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുക. ഞാനിവിടെ 4 ഇഞ്ച് കനത്തിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി പില്ലർ മുഴുവനും കവറാവുന്ന രീതിയിൽ സ്റ്റോൺ മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡ്യൂറോടെക്സിൻ്റെ ലൈറ്റ് ഗ്രേ ഷെയ്ഡുള്ള സ്റ്റോൺ മെറ്റീരിയലാണ്. ഇത് ബേസ് കളറായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സ്റ്റോൺ മെറ്റീരിയൽ സ്പ്രേ ചെയ്താണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ എല്ലാ ഭാഗവും കവറാവുന്ന രീതിയിൽ മെറ്റീരിയൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ബേസ് കോട്ട് മുഴുവനായും അപ്ലൈ ചെയ്തതിന് ശേഷം മാസ്കിൻ ടേപ്പ് ഇതേപോലെ പതുക്കെ പൊളിച്ചെടുക്കുക. ഇനി ബേസ് കോട്ട് മുഴുവനായും ഉണങ്ങിയതിന് ശേഷം ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യണം. ഇതിനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡ്യൂറോടെക്സിൻ്റെ തന്നെ ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ്. ഈ രീതിയിൽ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ചാണ് ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഷെയ്ഡായിട്ട് തോന്നുമെങ്കിലും ഡ്രൈ ആയതിനു ശേഷം ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറും. ടോപ്പ് കോട്ട് ഞാനിവിടെ 3 ലെയറിൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എത്ര ലെയറിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതോടുകൂടി ഈ വർക്ക് കഴിയുന്നതാണ്. ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയും വിശേഷങ്ങളുമായും ഇനിയും നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.